ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കറിയാം വിശേഷം അത്രയ്ക്ക് സുഖമല്ല എന്നുള്ളതും വയനാടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അറിയാം. സോ വാട്ട് എവർ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു മലയാള സിനിമയെ പറ്റിയാണ്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് നമ്മളുടെ ഒരു പുതിയ സംവിധായകനായ നഹാസ് നാസർ ഡയറക്റ്റ് ചെയ്ത് ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത് ജേക്സ് ബിജോയാണ് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ പടത്തിൻ്റെ മെയിൻ മ്യൂസിക് വന്നിട്ട് നമ്മുടെ ഗോപി സുന്ദറാണ്. പിന്നെ പടത്തിൻ്റെ ക്യാമറ വന്നിട്ട് ജിംഷിദ് ഖാലിദാണ്. അപ്പം നമുക്കിന്ന് ഈ സിനിമയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു എക്സ്പെക്റ്റേഷനും എനിക്ക് ഈ സിനിമയെ പറ്റി ഇല്ലായിരുന്നു. ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലർ ഇതിനു മുമ്പേ കണ്ടായിരുന്നു. ആ ട്രെയിലർ കണ്ടപ്പം എനിക്ക് സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ ഈ പ്രൊഡ്യൂസറിൻ്റെ ഇതിനു മുമ്പേ ഉള്ള കുറച്ച് സിനിമകളും അത്രയ്ക്കൊരു പ്രോമിനൻറ്റോ കാര്യങ്ങളോ അല്ലായിരുന്നു. പിന്നെ രണ്ടാമത് വന്നിട്ട് നമ്മൾ ആസിഫ് അലിയുടെ തലവൻ ഒഴിച്ച് ബാക്കി ഇറങ്ങിയ മിക്ക സിനിമകളും പുള്ളിക്കാരനെയും ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് സിനിമ കാണാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. പടത്തിൻ്റെ ട്രെയിലർ കണ്ടു. പിന്നെ അതിനുശേഷം ഞാൻ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ സിനിമ വന്നിട്ട് 2 മണിക്കൂർ 39 മിനിറ്റ്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ സിനിമയും പുള്ളിക്കാരൻ്റെ അടുത്തൊരു പടക്കമാണെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയില്ല. അങ്ങനെ ഇന്നലെ വൈകിട്ടായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞ്, കാക്ക എന്തിനാണ് കാക്ക സിനിമ കൊള്ളാമെന്നാണ് കാക്ക പറയണത്, നല്ല സിനിമ എന്ന് പറയുന്നത്. ഞാനും നോക്കട്ടെ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കയറി 1-2 റിവ്യൂസും കാര്യങ്ങളും കണ്ടു. റിവ്യൂസ് കണ്ടപ്പം സിനിമ കൊള്ളാം എന്ന് തന്നെയാണ് ആ റിവ്യൂസിലും കേട്ടത്. അങ്ങനെ ഞാൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാത്ത ഞാൻ ആ റിവ്യൂസൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്തായാലും സിനിമ ഒന്ന് കാണാം, എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ഇത്രയും നല്ല റിവ്യൂസ് ആരും പറയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പോയി സിനിമ കണ്ടു. പിന്നെ സിനിമയുടെ വേറൊരു കാര്യം പറയുന്നതെന്ന്, സിനിമ സത്യം പറഞ്ഞാൽ ഈ മാസം 2-ാം തീയതി റിലീസാക്കാൻ വേണ്ടി വെച്ചിരുന്ന സിനിമയായിരുന്നു. പക്ഷേ നമ്മുടെ ഈ വയനാട് ദുരന്തം വന്നുകൊണ്ട് ആ സിനിമ വീണ്ടും ഒരാഴ്ചത്തേക്ക് വീണ്ടും മാറ്റി വെച്ചു. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ റിലീസിങ് ഇന്നലെയാണെന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഭയങ്കര പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് സിനിമ ഇന്നലെ കൊണ്ട് റിലീസാക്കിയത്. അതിൻ്റെ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് പേരിലോട്ട് ആ സിനിമ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ സിനിമ ഇനി ആൾക്കാർ കണ്ട് ഇതുപോലുള്ള യൂട്യൂബ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ആ സിനിമ ഒന്ന് പൊങ്ങി വരത്തുള്ളൂ. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമയിൽ വന്നിട്ട് സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ആസിഫ് അലിയാണ്. ആസിഫ് അലിയും സുരാജുമാണ് സിനിമയുടെ 2 കേന്ദ്ര കഥാപാത്രങ്ങൾ. നമുക്ക് ഈ സിനിമയിലൊരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആസിഫ് അലി എന്നൊരു നായകനെ അതിൽ കാണാൻ പറ്റത്തില്ല. ആ ഒരു ക്യാരക്ടർ മാത്രമാണ്. ആ ക്യാരക്ടർ ആസിഫ് അലി നല്ല കിടിലമായിട്ട് പിടിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് സുരാജ് വന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങേരെ ആ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സുരാജിന് ആ ഒരു ക്യാരക്ടർ എടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു കേസാണ്. കാരണം സുരാജ് വന്ന വഴികളും കാര്യങ്ങളും എല്ലാം ഈ ക്യാരക്ടറിൽ ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് സുരാജ് ഈ ക്യാരക്ടർ പുള്ളിക്കാരൻ വൺ ലെവലിൽ സുരാജ് ഈ പടത്തിൻ്റെ കഥാപാത്രം സുരാജ് നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ കഥയെന്ന് പറയുന്നത് ഏകദേശമുള്ള എല്ലാ സാധാരണക്കാരൻ്റെ ലൈഫിലും സംഭവിക്കുന്ന അതേ കഥ തന്നെയാണ്, ദാരിദ്ര്യം. സുരാജ് വന്നിട്ട് ഒരു പെയിൻറ്റ് പണിക്കാരനാണ്. അങ്ങനെ സുരാജ് ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ സുരാജിൻ്റെ അനിയത്തി സുരാജിനെ വിളിച്ച് പറയുന്നു, അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലാണ്, അപ്പോൾ പൈസ വേണം. അങ്ങനെ സുരാജ് നമ്മൾ ഏകദേശമുള്ള എല്ലാ മലയാളികളും ചെയ്യുന്ന പോലെ മൊബൈൽ എടുക്കുന്നു, വിളിക്കുന്നു, അളിയ കുറച്ച് പൈസ വേണം, അളിയ തരുവോ അളിയ കുറച്ച് പൈസ വേണം, അളിയ തരുവോ എന്ന് പറഞ്ഞ് സുരാജ് ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിളിയിൽ തന്നെ നമ്മൾ ആ ഒരു കഥ ആ സിനിമയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. സിനിമ തുടങ്ങി ഉടനെ തന്നെ നമ്മൾ ആ സിനിമയിലോട്ട് എത്തിക്കഴിഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ മാന് മാത്രമേ അടുത്തൊരു കോമൺ മാൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇയാൾ വിളിച്ച് ഇങ്ങനെ കിരവണ കാണുമ്പോൾ നമ്മൾ ആലോചിക്കത്തല്ലേ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം നമ്മൾ ആലോചിക്കും. അങ്ങനെ നമ്മൾ ആ പടത്തിലോട്ട് നമ്മളങ്ങ് എത്തുകയാണ്. അതിൽ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ പറയുന്നു, നീ ഒരു കാര്യം ചെയ്യും, നീ നാളെ വൈറ്റിലെ ബസ് സ്റ്റോപ്പിൽ വരുമ്പോൾ നീ ഒരു ചെക്കും കൊണ്ടുപോവാ, ഞാൻ നിനക്ക് 25,000 രൂപ തരാമെന്ന് പറയുന്നു. അങ്ങനെ പുള്ളിക്കാരൻ പിറ്റേ ദിവസം നേരെ വൈറ്റിലയിൽ പോകുന്നു. പുള്ളിക്കാരൻ്റെ ആണെങ്കിൽ 5-ൻ്റെ പൈസ കയ്യിലില്ല. ആകെപ്പാടെ 20 രൂപയും വെച്ചാണ് പുള്ളിക്കാരൻ പോകുന്നത്. കൂട്ടുകാരനെ വെയിറ്റ് ചെയ്യുന്നു. കൂട്ടുകാരനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ആസിഫ് അലി എന്നുള്ള പറയുന്ന കഥാപാത്രം വന്ന് ചാടുന്നത്. അപ്പോൾ തന്നെ ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് സിനിമയിൽ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്ത് കാണിക്കും തന്നെ. പുള്ളിക്കാരൻ ഒരു ദൂർത്തനാണ്. പുള്ളിക്കാരൻ്റെ കയ്യിൽ കുറേ പൈസകളുണ്ട്. അപ്പം നമുക്ക് ആദ്യമൊക്കെ ഈ ഒരു കഥാപാത്രത്തിനോട് നമുക്കൊരു സംശയം തോന്നും, ഇങ്ങനെ ആരാണ്, ഇനി എന്തെങ്കിലും മോട്ടിച്ചുകൊണ്ട് വന്നവനാണോ, അല്ലെങ്കിൽ ഇൻ കേസ് മയക്ക് മരുന്നുകാരനാണോ? കാരണം കയ്യിൽ വന്നിട്ട് ഒരുപാട് കാശ് കാര്യങ്ങൾ
പുള്ളിക്കാരൻ്റെ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ആവുന്നില്ല. പുള്ളിയുടെ ക്യാരക്ടർ വന്നിട്ട് ഭയങ്കര ജോളിയായിട്ട് ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിലല്ല, ഏകദേശമുള്ള ഒരു കോമൺ മാൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളതായിരിക്കും. ആഹാരം കഴിക്കാതെ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു, അവിടെ ആഹാരം കഴിക്കുന്ന കാണുമ്പോൾ പുള്ളിക്കാരനുണ്ടാകുന്ന ഒരാഗ്രഹം കഴിക്കണം, ചായ കുടിക്കണമെന്നുണ്ട്, പക്ഷേ ചായ കുടിക്കാൻ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ആ സമയത്താണ് ഈ പുള്ളിക്കാരനെ കാണുന്നത്, നമ്മുടെ ആസിഫ് അലിയെ കാണുന്നത്. അങ്ങനെ ആസിഫ് അലിയെ കണ്ട് ആസിഫ് അലി ഇങ്ങനെ ഓരോ ആൾക്കാരെ അവിടെ വെച്ച് കാണുന്ന ഓരോ ആൾക്കാരെ ആസിഫ് അലി സഹായിച്ച് പുള്ളിക്കാരൻ എപ്പോഴും വെള്ളമൊക്കെ അടിച്ച് ഒരു ജോളി, ഒരു ഓൺ മൂഡ്, വൺ വൈബ് മൂഡിൽ നടക്കുന്നൊരു പുള്ളിയാണ്. ആ ക്യാരക്ടർ എന്തോ ഭയങ്കരമായിട്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ എപ്പോഴും വൈബായിട്ട് നടക്കുക എന്നുള്ളത്. അത് നല്ല നല്ല കിടിലമായിട്ട് പുള്ളിക്കാരൻ ഇത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിലൊരു സിങ്കാവും. ഒരു സത്യം പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സത്യം നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ട ഒരാൾ നമുക്ക് പെട്ടെന്നൊരു ഫ്രണ്ടായിട്ട് മാറാൻ പറ്റത്തില്ല. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് ആസിഫ് അലിയായിട്ട് കമ്പനിയാവുന്നു. എന്നിട്ട് അതിനുശേഷം അവരൊരു യാത്ര പോകുന്നു. ആ ഒരു യാത്രയാണ് സിനിമ. സത്യം പറയാമല്ലോ, പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് വേറെ ലെവലായിരുന്നു. സിനിമ കണ്ട് ഒരുപാട് ചിരിച്ചു, ഭയങ്കര കിടിലമായിരുന്നു. അവരൊരു ബസ്സിലുള്ള ഒരു യാത്ര, ഒരു ട്രിപ്പ്, ഒരു റോഡ് മൂവി എന്നുള്ള രീതിയിലാണ് ഞാൻ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലെവലിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് ഹാഫ് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അതൊക്കെ നമുക്കൊരു പ്രെഡിക്റ്റബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പിന്നെ അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ ദൈർഘ്യമാണ്. 2 മണിക്കൂർ 39 മിനിറ്റും. ഈ പടം ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ പടം സത്യം പറഞ്ഞാൽ വേറൊരു ലെവലിലോട്ട് പോകുമായിരുന്നു. ഞാൻ സിനിമ കൊള്ളൂല എന്നല്ല പറയുന്നത്, പക്ഷേ സിനിമയെ ഒരുപാടിട്ടങ്ങ് നീട്ടിയെന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലെ അങ്ങിട്ട് നീട്ടി. അത്രയും നീട്ടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. 2 മണിക്കൂർ 10 മിനിറ്റ് അതിലങ്ങ് തൂഫാനാക്കാനുള്ള സിനിമയായിരുന്നു. അതിനുള്ള ഒരു ചെറിയൊരു കഥ മാത്രമേ സിനിമയിലുള്ളൂ. പക്ഷേ അവർ രണ്ടുപേരെ ആക്ടിങ് വന്നിട്ട് എടുത്ത് പറയേണ്ടതാണ്. വേറൊരു ലെവലിൽ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലുള്ള പല പല കഥാപാത്രങ്ങളും ഫോണിൽ കൂടെയാണ് ബന്ധപ്പെടുന്നത്. കാരണം നേരിട്ട് വരുന്നതില്ല, ഫോണിൽ കൂടെയുള്ള സംഭാഷണമാണ് പല പല കഥാപാത്രങ്ങളും ഉള്ളത്. സുരാജിൻ്റെ അനിയത്തിയായിട്ട് നമുക്കൊരു വോയിസ് ഓവറായിട്ട് അപർണ ബാലമുരളിയെ കേൾക്കാം. അങ്ങനെ കുറേ വോയിസ് ഓവറുകൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. സിനിമ ഞാൻ പറഞ്ഞ ഈ ഒരു നെഗറ്റീവ് മാറ്റി വെച്ചാൽ സിനിമ എല്ലാവർക്കും ഇരുന്ന് സന്തോഷിച്ച് കാണാൻ പറ്റുന്നതാണ്. ഞാനിതൊരു നെഗറ്റീവായിട്ട് പറയുന്നില്ല. പിന്നെ പടം കുറച്ച് നീണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഏതൊരു സാധാരണക്കാരനും ഈ സിനിമ ഭയങ്കരമായിട്ട് ഒരു ഹാർട്ട് ടച്ച് ആവും. ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൽ മാത്രമേ രണ്ടുപേരെ പേരെന്താണെന്നുള്ളത് റിവീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ പടത്തിൻ്റെ ഫുൾ കഥയോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ സിനിമ കാണേണ്ട സിനിമയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊരു OTT സ്റ്റഫ് മാത്രമാണ്. OTTയിലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമ ആദ്യം കുറേ നേരം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ ഇങ്ങനെ അടിച്ചടിച്ച് കണ്ടെങ്കിൽ, കാരണം ഞാൻ തിയേറ്ററിൽ വന്നപ്പോൾ ആലോചിച്ചു എനിക്ക് അടിച്ചടിച്ച് കാണാൻ പറ്റിയൊരു അവസരമില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ലെന്ത് വന്നിട്ട് കുറച്ച് കൂടിപ്പോയി. ആ ലെന്ത് അവരൊന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ സിനിമ വേറെ ലെവലായിരുന്നെങ്കിൽ. എന്നാൽ പോലും സാധാരണക്കാർ ഈ സിനിമ ഏറ്റെടുക്കും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. സുരാജ്, ആസിഫ് അലി, ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചില്ല ആസിഫ് അലി ഈ ഒരു രീതിയിൽ പടത്തിനെ കൊണ്ടുപോകുന്നുള്ളത്. പുള്ളിക്കാരൻ എക്സ്പെക്റ്റേഷനിൽ നിന്ന് അപ്പുറമായിട്ട് വളരെ കിടിലമായിട്ട് ആസിഫ് അലിയും ചെയ്തിട്ടുണ്ട്. സുരാജ് ഈ ഒരു കഥാപാത്രമായിട്ട് ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സത്യം തന്നെ സുരാജിനെ കാണുമ്പോൾ നമുക്ക് പല പല ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും. കാരണം സുരാജിൻ്റെ ജീവിതത്തിൽ സുരാജ് കണ്ടിട്ട് പോയ ഒരുപാട് കഥാപാത്രങ്ങളാണ് സുരാജ് ഈ പടത്തിൽ കൂടെ സുരാജ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷം ഉണ്ട്. ആ സിനിമ കണ്ടപ്പോൾ ചെറിയ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണുക. കാരണം നല്ലൊരു സിനിമയാണ്, പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണുക, നല്ലൊരു സിനിമയാണ്. സോ ദാറ്റ് ഈസ് ഗൈസ്, ഇഫ് യു ലൈക്ക് മൈ ബ്ലോഗ് പ്ലീസ് പുട്ട് ലൈക്ക്, പ്ലീസ് പുട്ട് സബ്സ്ക്രൈബ്, പ്ലീസ് പുട്ട് കമൻറ്റ്. ഒന്ന് ലൈക്ക് അടിയിടേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടേ, ഒന്ന് കമൻറ്റ് അടിയിടേ. ഞാൻ ഇത്രയും കണ്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ബ്ലോഗ് എടുക്കുകയില്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യും. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു മലയാളിയല്ലേ, എന്നെയും കൂടെ ഒന്ന് സഹായിക്കുമോ? ഓക്കെ, ദാറ്റ് ഈസ് ഗൈസ്, ബൈ ബൈ.